നമസ്കാരം. ICCയുടെ ഗ്ലാമർ ടൂർണമെന്റുകളിൽ ഒന്നായ ചാമ്പ്യൻസ് ട്രോഫി ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ്. പാകിസ്ഥാനാണ് ടൂർണമെന്റിന്റെ ആതിഥേയർ എങ്കിലും അവിടെ തന്നെയാകും മുഴുവൻ മത്സരങ്ങളും നടക്കുകയെന്ന് ഇനിയും ഉറപ്പായിട്ടില്ല. പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിനാൽ തന്നെ ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങൾ മറ്റൊരു വേദിയിലായിരിക്കും നടന്നേക്കുക. 8 മുൻനിര ടീമുകളാണ് ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിൽ അണിനിരക്കുക. നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ കിരീടം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും തയ്യാറെടുക്കുക. അതേസമയം ഇന്ത്യൻ ടീമിലെ ചില താരങ്ങൾക്ക് ഇത് അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി കൂടിയായിരിക്കും. വീണ്ടും ഒരു എഡിഷനിൽ ചിലരെ കാണാൻ സാധിച്ചേക്കില്ല. ഇവർ ആരൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം. ഇന്ത്യൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. 37-കാരനായ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് ബാല്യമുണ്ടാകാൻ കഴിഞ്ഞേക്കില്ല. ഈ വർഷത്തെ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് പിന്നാലെ ഹിറ്റ്മാൻ T20യിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിച്ചിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഏകദിനത്തോടും രോഹിത് ഗുഡ് ബൈ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ചാമ്പ്യൻസ് ട്രോഫി കിരീട വിജയത്തോടെ തന്നെ പടിയിറങ്ങാനായാൽ അത് അദ്ദേഹത്തിന് ഏറെ അഭിമാനിക്കാൻ വക നൽകുമെന്നും ഉറപ്പാണ്. T20 ലോകകപ്പിന് സമാനമായ ഒരു രാജകീയമായ വിടവാങ്ങൽ തന്നെയായിരിക്കും രോഹിത് ആഗ്രഹിക്കുക. ബാറ്റിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയിലും തിളങ്ങാനായാൽ അത് അദ്ദേഹത്തിന് ഇരട്ടി മധുരമായി മാറുകയും ചെയ്യും. മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ വിരാട് കോഹ്ലിയാണ് അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരുങ്ങുന്ന രണ്ടാമത്തെ ആൾ. 2017 അവസാന എഡിഷനിൽ റണ്ണറപ്പായ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. അന്ന് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീം ടൂർണമെന്റിൽ ഉടനീളം ഗംഭീരമായി കളിച്ചെങ്കിലും ഫൈനലിൽ ഫ്ലോപ്പ് ആവുകയായിരുന്നു. ചിരവൈരികളായ പാകിസ്ഥാനോട് 180 റൺസിന്റെ കനത്ത പരാജയമാണ് കോഹ്ലി പടയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇത്തവണ രോഹിത്തിന് കീഴിൽ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഒരുങ്ങുകയാണ് 36-കാരനായ കോഹ്ലി. സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ല എങ്കിലും ഏകദിനം അദ്ദേഹത്തിന്റെ ഫേവററ്റ് ഫോർമാറ്റുകളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ വൻ റൺവേട്ടയാണ് കോഹ്ലി നടത്തിയത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററും കോഹ്ലി തന്നെയായിരുന്നു. സമാനമായൊരു പ്രകടനം തന്നെയായിരിക്കും വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലി സ്വപ്നം കാണുന്നത്. ടൂർണമെന്റിൽ റൺവേട്ട നടത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കാനായാൽ അത് അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലായി മാറുകയും ചെയ്യും. അതുവഴി മനോഹരമായ ഒരു വിരമിക്കലിനും ഒരുപക്ഷെ കോഹ്ലി ശ്രമിച്ചേക്കും. സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെയാൾ. 35-കാരനായ അദ്ദേഹം കഴിഞ്ഞ ICC T20 ലോകകപ്പിന് ശേഷം T20 മതിയാക്കിയിരുന്നു. അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയോടെ ഏകദിനത്തിലും ജഡ്ഡു പാഡ് അഴിച്ചേക്കും. അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരടക്കമുള്ള ഓൾറൗണ്ടർമാരുടെ വരവ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഭീഷണിയാകുന്നുണ്ട്. വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇപ്പോൾ അത്ര മികച്ച ഫോമിലല്ല ജഡ്ഡു കാണപ്പെടുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ അദ്ദേഹം വൻ ഫ്ലോപ്പായി മാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ജഡേജ നേരിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് അദ്ദേഹം അവസാനമായി ഏകദിനത്തിൽ കളിച്ചത്.